എറണാകുളം ശിവക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ആദ്യ കൂപ്പൺ വിതരണവുമായി ബന്ധപ്പെട്ട് ദിലീപിനെയാണ് തീരുമാനിച്ചിരുന്നത്. പിന്നീട് വിവാദമായതോടെ ദിലീപിനെ ഒഴിവാക്കി എന്ന വാർത്ത പങ്കുവച്ചിരുന്നല്ലോ. അതിൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണമുണ്ട്. അതിലേക്ക് ഇതൊക്കെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം. ഇപ്പൊ വളരെ സമിതിക്കകത്ത് അങ്ങനെ എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ദേവസ്വം ബോർഡും ഈ പറയുന്ന എന്താ പറയുക അനുകൂലിക്കുന്നവരെയൊക്കെ രണ്ട് വിഭാഗമായി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് മുൻകൂട്ടി ദിലീപ് അറിയുകയും പുള്ളി തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാനൊരു വിവാഹത്തിലേക്കില്ല, തൽക്കാലം ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഇന്നലെ രാത്രി പറയുകയും ചെയ്തു. നാളെ നിശ്ചയിച്ചിരുന്ന പരിപാടി നടക്കുന്നുണ്ട്. നാളെ മറ്റന്നാൾ പരിപാടി നടക്കുന്നുണ്ട്. അത് ക്ഷേത്രം തന്ത്രീനെ കൊണ്ട് സംഭവം ചെയ്യിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള എതിർപ്പുകൊണ്ട് മാത്രമാണ് ദിലീപിനെ ഒഴിവാക്കിയത്. തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് നേരിട്ടാരും പ്രതിഷേധം അറിയിച്ചിട്ടില്ല. ഇല്ല നേരിട്ടാരും പ്രതിഷേധം അറിയിച്ചില്ല. സോഷ്യൽ മീഡിയയിലുള്ള പ്രതിഷേധം അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് പലരും ഭക്തരുടെ ഭാഗത്തു നിന്നൊന്നും അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. കാര്യം ഞാൻ എന്നെ അറിയിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര ഒരു വിവാദമായിട്ട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിലൊരു വാഗ്വാദങ്ങളുണ്ടായിരുന്നു. ചടങ്ങെന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ കൂപ്പൺ ഉദ്ഘാടനം, അതായത് നമ്മൾ പിരിവിൻ്റെ കൂപ്പൺ കൊടുക്കുന്നതിൻ്റെ ഉദ്ഘാടനം ശ്രീമാൻ ബിന്ദു മാധവന്, ഭീമ ജ്വല്ലറി ബിന്ദു മാധവന് നിന്നും ചെക്ക് വാങ്ങിച്ച് അങ്ങേർക്കൊരു റെസീറ്റ് കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് നേരത്തെ ചടങ്ങായിരുന്നു അത്. അവരുടെ ആ ഭാഗത്തു നിന്നും ആർക്കും എതിർപ്പ കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരാളും ഇതുവരെ എതിർപ്പ് പറഞ്ഞില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു വിവാദം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നെ പറഞ്ഞു അതെ തീർച്ചയായിട്ടും. വെറുതെ ഭക്തരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ തീരുമാനം. പക്ഷെ അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു ഞാനില്ല തൽക്കാലം, നിങ്ങൾക്കറിയാലോ അവിടെയുള്ള ഈ വിവാദങ്ങളുടെ ഇടയിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസാരിക്കാൻ എന്താ പറയുക, രമ്യമായിട്ടൊക്കെ പ്രശ്നം സോൾവ് ചെയ്യണം എന്ന് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിലേക്ക് മുതിരില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കോടതി കുറ്റവിമുക്തനാക്കി എന്നാൽ പിന്നെ ഇനി അയാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും അത് കത്തി നിൽക്കുകയാണ്. ഇന്നും ഇപ്പോൾ മനോരമയിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ മഞ്ജു വാര്യരുടെയും ഈ പറയുന്ന എറണാകുളം ശിവക്ഷേത്രത്തിലെ ചടങ്ങിൽ നിന്ന് ദിലീപിനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അശോക് കുമാറാണ് പ്രതികരണം അറിയിച്ചത്.